അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവി അതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ആമുഖ ഭാഗത്ത് സീറ പഠിക്കുന്നതിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അതിന്റെ സ്രോതസ്സുകളെ സംബന്ധിച്ചായിരുന്നു ആമുഖ ഭാഗത്ത് നമ്മൾ സംസാരിച്ചത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സീറയിലേക്കുള്ള അതിന്റെ ആമുഖമെന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യതിരിക്തമായിട്ടുള്ള ശ്രേഷ്ഠതകൾ, സവിശേഷതകൾ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങൾ, അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ഇതെല്ലാം സീറയിലേക്കുള്ള ചില ഫ്ലേവറുകൾ എന്നുള്ള നിലക്ക്, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നതിലേക്കുള്ള ചില പ്രചോദനം എന്നുള്ള നിലക്കാണ് ആദ്യത്തെ 3 ഭാഗത്ത് ഇതെല്ലാം ആമുഖമായിട്ട് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് 4ാമത്തെ ഭാഗം മുതലായിരിക്കും നമ്മൾ സീറ ആരംഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യതിരിക്തമായിട്ടുള്ള നിരവധി ശ്രേഷ്ഠതകളും സവിശേഷതകളും ഹബീബായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായിട്ടുള്ള സൂറത്തുൽ കൗസർ 108ാമത്തെ അധ്യായം, അതിന്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, പ്രവാചകരെ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് ധാരാളമായിട്ട് നൽകിയിരിക്കുന്നു. അപ്പൊ കൗസർ എന്നുള്ള പദം കസീറ അല്ലെങ്കിൽ കസുറ എന്നുള്ള പദം അതിന്റെ മുബാലക രൂപമാണ് കൗസർ എന്നുള്ള പദം. അതായത് അത്യധികം, അങ്ങേയറ്റം സമൃദ്ധി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ആ സമസ്ത സൗഭാഗ്യങ്ങളെയാണ് കൗസർ എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ആ ഖിയാമത്ത് നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് നൽകപ്പെടുന്ന അരുവി അടക്കമുള്ള ആ പ്രവാചകന് നൽകപ്പെട്ട സമസ്ത സൗഭാഗ്യങ്ങളും ആ പദത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സൂറത്തിന്റെ സബബുൻ നുസൂൽ, അതിന്റെ അവതരണ പശ്ചാത്തലവും ശ്രദ്ധേയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ഏക ആൺ സന്താനം അവിടെ മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകന്റെ ഒരു ബന്ധു അങ്ങേയറ്റം അതിന്റെ പേരിൽ സന്തോഷിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കുക, അതായത് നമുക്കെന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ പോലും ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ പോലും നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. പക്ഷെ ഇവിടെ പ്രവാചകന്റെ അവിടെ മിത്രമല്ല, മറിച്ച് പ്രവാചകന്റെ രക്തബന്ധുവായിരുന്ന അബൂജഹലാണ് ആ മരണത്തിന്റെ പേരിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നത്. അദ്ദേഹം ബത്തോറ മുഹമ്മദിന്റെ കുലം മുടിഞ്ഞിരിക്കുന്നു, മുഹമ്മദിന് ഇനി പിൻഗാമികളില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രൂപത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ ആഘോഷിക്കുകയാണ് ആ മരണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അതേ രൂപത്തിൽ അത് പ്രവാചകൻ അങ്ങേയറ്റം വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. ആ പ്രവാചകൻ അങ്ങേയറ്റം വേദനിച്ച സന്ദർഭത്തിൽ ഹബീബായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആശ്വാസ വാക്കുകളായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു സൂറത്ത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. പ്രവാചകരെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, മറിച്ച് ധാരാളമായിട്ട് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ധാരാളമായിട്ട് നൽകിയിട്ടുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ലോകത്ത് ഏതെങ്കിലും ഒരാള് മറ്റൊരാൾ കാരണത്താൽ നന്മ ചെയ്താൽ ആ നന്മ ചെയ്ത ആളുടെ അതേ പ്രതിഫലം ആ നന്മക്ക് കാരണക്കാരായ ആൾക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ പറയാറുണ്ട്, അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി. അപ്പൊ ഞാനൊരാൾ എന്തെങ്കിലും ഒരു കാര്യം നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അയാൾ അതനുസരിച്ച് പിന്നീട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്നതിന്റെ സമ്പൂർണമായിട്ടുള്ള പ്രതിഫലം അയാൾക്ക് യാതൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എനിക്കും അത് എഴുതപ്പെടുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പരിശുദ്ധ ഖുർആൻ ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ കാരണത്താൽ മറ്റൊരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, ഖുർആൻ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് ഒരു ആയത്തല്ല, മറിച്ച് അലിഫിന് 10 പ്രതിഫലം, ലാമിന് 10 പ്രതിഫലം, മീമിന് അതേ രൂപത്തിലാണ് ഖുർആൻ. അപ്പൊ കാരണം ഒരാൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രൂപത്തിൽ 30 പ്രതിഫലം എനിക്കും എഴുതപ്പെടുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, പരിശുദ്ധ ഖുർആന്റെ ഒരു അക്ഷരത്തിന് അത്രയേറെ പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് എത്ര ആളുകളാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര ഗ്രന്ഥങ്ങളാണ് ആ ഖുർആനെ ബേസ് ചെയ്തുകൊണ്ട് രചിക്കപ്പെട്ടത്? എത്ര ആളുകളാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ എല്ലാം ഒരു പ്രതിഫലം ലഭിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അതിന്റെ എല്ലാം ഒരു പ്രതിഫലം പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ മാത്രമല്ല, ഇസ്ലാം അനുസരിച്ച് എന്തെങ്കിലും ഒരു കർമ്മ, ലോകത്തെ ഏതെങ്കിലും ഒരാൾ ഒരു വക്ത് നമസ്കരിച്ചാൽ, ലോകത്തെ എന്തെങ്കിലും ഒരു നന്മ ഇസ്ലാമിന്റെ പേരിൽ ഏതെങ്കിലും ഒരാള് ഈ ഒരു കാലഘട്ടത്തോ അതേപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തോ ഇനി വരും തലമുറകളിലോ ആരെങ്കിലും ചെയ്താൽ അതിന്റെ എല്ലാം ഒരു ഷെയർ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. ചിന്തിച്ചു നോക്കുക, എത്രയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ലോകത്ത് ഏതെങ്കിലും ഒരാൾ മുസ്ലിം ആയാൽ അതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള, നമുക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഈ ലോകം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ തുല്യമാണ്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഇപ്പൊ ലോകത്ത് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്? അതിന്റെ എല്ലാം ഷെയർ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, പ്രവാചകരെ ധാരാളമായിട്ട് ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ശത്രുക്കൾ ആക്ഷേപിച്ചതുപോലെ, അതായത് പ്രവാചകൻ ഇനി പിൻഗാമികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിനെ പോലെയുള്ള ശത്രുക്കൾ ആക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ രൂപത്തിൽ വേദനിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതേ സൂറത്തിൽ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, പ്രവാചകൻ അവര് തന്നെയാണ് കുലം മുടിഞ്ഞ ആളുകൾ, അവര് തന്നെയാണ് കുറ്റിയറ്റ വാലറ്റ പോയ ആളുകൾ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനത്തിന്റെ പുലർച്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ആക്ഷേപിച്ച ആ ശത്രുക്കളെ ഇന്ന് ആരാണ് സ്മരിക്കുന്നത്? ഏതു രൂപത്തിലാണ് ലോകം സ്മരിക്കുന്നത്? പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതു രൂപത്തിലാണ് ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? വറഫഅനാ ലക ദിക്റക, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ശറഹിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓ പ്രവാചകരെ, നിന്റെ പ്രശസ്തി അല്ലെങ്കിൽ നിന്റെ സ്മരണ ഞാൻ ഉയർത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്മരിക്കും, നിന്റെ സ്മരണ ലോകത്ത് ഉയരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനെ സ്മരിക്കുന്ന വിരലിലെണ്ണാവുന്ന അനുയായികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകർ അങ്ങയുടെ സ്മരണ വാനോളം ലോകത്ത് ഉയരുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഏത് രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉയർത്തിയത്? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിനോട് ചേർത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വെച്ചിരിക്കുന്നു. അതിനേക്കാൾ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിനോട് ചേർത്തിട്ടാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിനോട് ചേർത്ത് വെച്ച നാമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ പോലും നമ്മുടെ ഷഹാദത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ബാങ്കിലും, അതേപോലെ തന്നെ എവിടെയും പരിശുദ്ധ ഖുർആനിൽ ഉടനീളം വല്ലാഹി വ റസൂലിഹി അല്ലെങ്കിൽ വലില്ലാഹി വ റസൂലിഹി, പരിശുദ്ധ ഖുർആനിൽ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തോട് ചേർത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവിടെ റസൂലിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനേക്കാൾ വലിയ മഹത്വം എന്താണ്? കാരണം എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. യഥാർത്ഥത്തിൽ ആ മുഹമ്മദുർ റസൂലുള്ളാഹ് അത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട ആൾക്ക് മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ആദ്യം കടന്ന യഥാർത്ഥത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് യഥാക്രമം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ ഏതൊക്കെ രൂപത്തിലാണ് ലോകത്ത് നിലനിൽക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചോക്കെ, ഖിയാമത്ത് നാൾ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കാത്ത ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ കടന്നു പോകുന്നില്ല എന്നുള്ള. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് വ്യത്യസ്ത പ്രദേശത്ത് 24 മണിക്കൂറും ഉയർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കുലികൾ, അതേപോലെ തന്നെ ലോകത്തുടനീളം വിശ്വാസികൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിലെല്ലാം നമ്മൾ പ്രവാചകനെ സ്മരിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ലോകത്ത് എവിടെയെങ്കിലും ഒരു മത ഉപദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഖുത്ബകളാകട്ടെ, അതേപോലെ തന്നെ മത പഠനമാകട്ടെ, അതേപോലെ തന്നെ ലോകത്തുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രവാചകനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് ഇന്ന് സ്മരിക്കും, ഇനിയും സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ള. ഇതേ രൂപത്തിലുള്ള ഒരു വ്യക്തിത്വം ലോക ചരിത്രത്തിൽ, ഭൂമിയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ലോകത്തിൽ ചരിത്രത്തിലുടനീളം നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ഏതു രൂപത്തിലാണ് സ്മരിക്കുന്നത്? ഏതെങ്കിലും ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചരമദിനം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനന ദിവസം ജയന്തി അതേ രൂപത്തിലുള്ളത് മാത്രം നമ്മൾ കൊണ്ടാടുമെന്നുള്ളത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്ത് ഓരോ സെക്കൻഡിലും വിശ്വാസികൾ ഉടനീളം ലോകത്ത് സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലും ആ പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് നമ്മൾ നിലനിർത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖുർആന്റെ ആ ഒരു സത്യസന്ധതക്കുള്ള ഏറ്റവും വലിയ തെളിവ് കൂടെയാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്മരണ. വറഫഅനാ ലക ദിക്റക, ആ ആയത്തിന്റെ പുലർച്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. അത് ഭൂമിയിൽ മാത്രമാണ്. ഇനി വാനലോകത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയും മറ്റൊരാൾക്കും ലഭിക്കാത്തൊരു സവിശേഷത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ വചനത്തിൽ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതേപോലെ തന്നെ
കോടാനുകോടിക്കണക്കിനുള്ള മാലാഖമാരും അല്ലാഹു സുബ്ഹാനഹു പ്രവാചകന് മീതെ യുസല്ലൂന അലൻ നബി, പ്രവാചകന് മീതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവാചകന് മീതെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിച്ചു മറ്റുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വസലാമുൻ അലൽ മുർസലീൻ എന്ന് മാത്രമാണ് പറഞ്ഞത്, അവരുടെ മീതെ സമാധാനം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊരു നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ സക്കാത്ത് നമ്മൾ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ, അതേപോലെ തന്നെ നമ്മൾ നോമ്പ് നോക്കുന്ന സന്ദർഭത്തിൽ, അതെല്ലാം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിച്ചോക്കോ, ലോകത്ത് ഏതെങ്കിലും ഒരാള് ഒരു സ്വലാത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ, പ്രവാചകനെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പിൻപറ്റുന്നത് അത് പ്രവാചകന്റെ സുന്നത്ത് മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സുന്നത്ത് കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഇവിടെ പറയുന്നത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയും മാലാഖമാരും പ്രവാചകന് മീതെ കാരുണ്യം സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടും പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയണോ, വിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകന്റെ മീതെ നിങ്ങളും പ്രവാചകനെ സ്മരിക്കുക, പ്രവാചകന്റെ മീതെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നുണ്ട്. അല്ലാഹു ഞാൻ ചെയ്യുന്നതിനാൽ നിങ്ങൾ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മറ്റൊരു കാര്യവും നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധ്യമല്ല, ഈ ഒരു കാര്യം ഒഴികെ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ സ്മരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ ഏക കാര്യം പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്മരണ, പ്രവാചകന്റെ മീതെയുള്ള സ്വലാത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള മഹത്വം. ഇതര പ്രവാചകന്മാരിലും വ്യത്യസ്തമായിട്ട്, അത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്ത രീതി ഇതര പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ടാണ് ഹബീബായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലുടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വതആല മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നേരിട്ട് പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുക. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ യാ ആദം അസ്കുൻ അൻത വസൗജുകൽ ജന്ന, യാ ആദം എന്നാണ് അവിടെ വിളിച്ചത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇമ്രാനിലെ യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക, അവിടെ യാ ഈസ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്ത് ത്വാഹയിൽ യാ മൂസ ലാ തഖഫ്, നീ ഭയക്കരുത്, യാ മൂസ എന്നാണ് അവിടെ വിളിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്ത് മറിയമിൽ യാ സക്കരിയ, യാ യഹ്യ, അതേപോലെ തന്നെ യാ മറിയം, അതേപോലെ തന്നെ സൂറത്ത് സ്വാഫാത്തിൽ യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ, അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അതേ രൂപത്തിൽ അഭിസംബോധന ചെയ്യുന്നു. യാ നൂഹ്, യാ മൂസ, യാ ദുൽഖർനൈൻ, ഇതെല്ലാം അതേ രൂപത്തിലാണ് ഖുർആനിൽ നമ്മൾ കാണുക. അപ്പൊ പരിശുദ്ധ ഖുർആനിലുടനീളം മുൻഗാമില പ്രവാചകന്മാരെയും അതേപോലെ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല യാ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. യാ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എ എന്ന് വിളിക്കാറുണ്ട്, അതായത് പ്രത്യേകമായിട്ട് ഒരു അർത്ഥമല്ല, മറിച്ച് ഒരാളെ വിളിക്കുന്ന പദമാണ്. അതായത് ഭാഷയിൽ ആദാത്തുന്നിദ അല്ലെങ്കിൽ അദ്വാത്തുന്നിദ എന്നാണ് അതിനെ ആ ഒരു ഭാഷയിൽ അതിനെ വിളിക്കാറുള്ളത്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ മറ്റുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല യാ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹബീബായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ ഒരു തവണ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല യാ മുഹമ്മദ് എന്ന് വിളിച്ചതായിട്ട് ഖുർആനിൽ എവിടെയും കാണാൻ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ച സന്ദർഭത്തിലെല്ലാം യാ അയ്യുഹർ റസൂൽ, അല്ലെങ്കിൽ യാ അയ്യുഹൻ നബി, അല്ലെങ്കിൽ യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, അതേ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തതായിട്ട് നമ്മൾ കാണുക. ആ അയ്യുഹ എന്ന് ചേർത്ത് വളരെ സ്നേഹത്തോടു കൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്യുന്നത്. എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള സ്നേഹവും ശ്രേഷ്ഠതയും. അത് മാത്രമല്ല, ഇനി പരിശുദ്ധ ഖുർആനിലുടനീളം ശത്രുക്കളെ മറ്റുള്ള പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്ത രീതി പരിശുദ്ധ ഖുർആനിലുടനീളം പറയുന്നുണ്ട്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അക്കാലഘട്ടത്തുണ്ടായിരുന്ന ശത്രുക്കള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ അംബിയാഇന്റെ 62-ാമത്തെ വചനത്തിൽ ഖാലു അൻത ഫഅൽത ഹാദാ യാ ഇബ്രാഹിം, അത് ശത്രുക്കളുടെ വായിൽ നിന്നാണ് പറയുന്നത്. ഓ ഇബ്രാഹിമ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ മുഴുവൻ ഇതേ രൂപത്തിൽ തകർത്തത്? അത് ശത്രുക്കളുടെ വായിൽ നിന്ന് വന്ന പദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലും ഖാലു യാ നൂഹ്
അത് ജാദൽതന ഫഅക്തർ ജിദാലന, അവിടെ ഉണ്ടായിരുന്ന ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം അവര് വിളിക്കുകയാണ് യാ നൂഹ്, ഓ നൂഹ എന്ന്. അവര് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അഭിസംബോധന ചെയ്തതായിട്ട് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരെയെല്ലാം ആ സമുദായം അവരെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത വചനങ്ങൾ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലഘട്ടം അവിടെ ജീവിച്ചിട്ടുണ്ട് നുബുവത്തിന് ശേഷം. മക്കയിൽ 13 വർഷവും മദീനയിൽ 10 വർഷവും. തീർച്ചയായിട്ടും പ്രവാചകന് അങ്ങേയറ്റം പ്രവാചകനോട് വിദ്വേഷം വെച്ച് പുലർത്തിയ മക്ക മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. അവര് തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതേ രൂപത്തിൽ എത്രയോ തവണ അവര് പ്രവാചകനോട് സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരൊറ്റ വചനത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളിൽ നിന്ന് വന്ന ആ പദം പോലും പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറഞ്ഞതായിട്ട് ഖുർആനിൽ ഉദ്ധരിക്കുന്നില്ല എന്നുള്ള. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കുകൾ താങ്കളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രവാചകരെ, അത് മാത്രമാണ് ഖുർആനിൽ പറഞ്ഞത്. ഖദ് നഅലമു അന്നഹു ലാ യഹ്സുനുക അല്ലദീന യഖൂലൂൻ. പ്രവാചകരെ, അവരുടെ വാക്കുകൾ, അവരുടെ ഇതേ രൂപത്തിൽ രൂക്ഷമായിട്ടുള്ള അവരുടെ വാക്കുകൾ താങ്കൾക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം പ്രവാചകരെ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന ചിത്രം മാത്രമാണ് ഖുർആനിൽ പറയുന്നത്. മറിച്ച് ശത്രുക്കളുടെ വായിൽ നിന്നും വരുന്ന അത്തരത്തിലുള്ള ഒരു പദം പോലും പരിശുദ്ധ ഖുർആനിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്നുള്ള. മറിച്ച് അവർ കോപിച്ചു എന്ന് മാത്രം പറയുന്നു. ശത്രുക്കളുടെ വായിൽ നിന്നും വന്ന പദമോ അല്ലെങ്കിൽ അവർ കോപം പ്രകടിപ്പിച്ച രൂപമൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും ഉദ്ധരിക്കുന്നില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ പോലും ഒരല്പം ശബ്ദമുയർത്തി സംസാരിച്ചതിനെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുന്നതായിട്ട് അതിന്റെ മറുവശമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മദീനയിലുള്ള ചില ബദുക്കളായിട്ടുള്ള ആളുകൾ, അവർക്ക് അതേ രൂപത്തിലുള്ള മറ്റുള്ള ആളുകളെ പോലെയുള്ള ഒരു സംസ്കാരമൊന്നും ഇല്ലാത്ത ആളുകളാണ്. അത്തരം ആളുകള് അവര് മതം പഠിക്കാൻ വേണ്ടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സമീപിച്ചു. ആ വേണ്ടത്ര അതവില്ലാത്ത ആളുകളാണ് ബദുക്കളായിട്ടുള്ള ആളുകൾ. അവര് വന്നിട്ട് ഒച്ചത്തിൽ അവർ യാ മുഹമ്മദ് ഉഖ്റുജ് അലൈന, അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യാതൊരു അദബുമില്ലാതെ യാ മുഹമ്മദ് എന്ന് അവരെ അഭിസംബോധന ചെയ്തു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ 2-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരിക്കലും പ്രവാചകന്റെ മീതെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത് എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളെ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ഹബീബായിട്ടുള്ള പ്രവാചകനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ആ രൂപത്തിൽ നിങ്ങൾ പ്രവാചകന്റെ മീതെ ശബ്ദമുയർത്തിയാൽ അൻ തഹ്ബത അമാലുക്കും വ അൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും ബാത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എത്ര ഗൗരവാണ്. അതായത് അതേ രൂപത്തിലെങ്ങാനും നിങ്ങൾ പ്രവാചകന്റെ മീതെ ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ മുഴുവൻ അമലുകളും ബാത്തിലാകി പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഒരു ആയത്തിറങ്ങിയ സന്ദർഭത്തിലാണ് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സ്വഹാബി, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹം ജന്മനാ ഒരല്പം ശബ്ദം ഉയർന്ന ആളായിരുന്നു. അദ്ദേഹം തന്നെ കുറിച്ചാകുമെന്ന് കരുതി അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്, പള്ളിയിലേക്ക് വരുന്നില്ല ദിവസങ്ങളായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ കരഞ്ഞിരിക്കുകയാണ്. എന്റെ എല്ലാ അമലുകളും ഇതുവരെ ഞാൻ പ്രവർത്തിച്ചതെല്ലാം ബാത്തിലായിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അന്വേഷിച്ചു. പ്രവാചകൻ ഒരാളെ അദ്ദേഹത്തെ അന്വേഷിച്ച് വിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം കാരണം പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് വീണ്ടും അയാളെ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു, ഇത് താങ്കളെ ഉദ്ദേശിച്ചിറങ്ങിയ ആയത്തല്ല, തീർച്ചയായിട്ടും നല്ല ആളുകളുടെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിലാണെന്നുള്ള സന്തോഷ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് അറിയിക്കുന്നതായിട്ടെല്ലാം നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുള്ളത്. അപ്പൊ അത്രയേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉദ്ധരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ 114 അധ്യായങ്ങളിൽ 4 സ്ഥലത്ത് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നുള്ള പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. അതിൽ ഒരു സ്ഥലത്തൊഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മാത്രം പറയാതെ ഉടൻ തന്നെ അതിനോട് റസൂലുള്ള അല്ലെങ്കിൽ റസൂൽ എന്ന് ചേർത്തതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതിൽ ഒന്നാമതായിട്ട് കടന്നു വരുന്ന സ്ഥലം സൂറത്ത് ആൽ ഇമ്രാനാണ്. സൂറത്ത് ആൽ ഇമ്രാന്റെ 144-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഉഹദുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്ത്.
വമാ മുഹമ്മദുൻ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ അവിടെ റസൂൽ എന്ന് ചേർത്തു. രണ്ടാമതായിട്ട് സൂറത്തുൽ അഹ്സാബ്, പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 40-ാമത്തെ വചനത്തിൽ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. അവിടെയും മുഹമ്മദൻ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി എന്ന് ചേർത്തതായിട്ട് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് സൂറത്തുൽ ഫത്ഹ്, മനോഹരായിട്ടുള്ള സൂറത്തുൽ ഫത്ഹ് 48-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരായിട്ടുള്ള ആയത്തിൽ അതിൽ ആദ്യത്തിൽ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി എന്ന് ചേർത്തതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രവാചകന്റെ പേര് റസൂലുള്ളാഹി എന്ന് ചേർക്കാതെ പറഞ്ഞ ഒരേ ഒരു സ്ഥലം സൂറത്തു മുഹമ്മദിലാണ്. ആ സൂറത്തിന്റെ പേര് തന്നെ മുഹമ്മദ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റസൂലുള്ളാഹി എന്ന് ചേർക്കാത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വലിയ ആദരവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരുങ്ങിയ രൂപത്തിൽ മദീനയിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുനാഫിക്കൾ അവർ ചില ആളുകൾ പറയാൻ തുടങ്ങി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ റസൂലായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ മാത്രം കേട്ടാൽ മതി, ആ സന്ദർഭത്തിൽ മാത്രം അനുസരിച്ചാൽ മതി, ആദരിച്ചാൽ മതി. അതല്ലാത്ത സ്ഥലത്ത് അതല്ലാത്ത സമയത്ത് അദ്ദേഹം നമ്മളെപ്പോലുള്ള ഒരു വ്യക്തി മാത്രമാണ്, റസൂലായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ മാത്രം കേട്ടാൽ മതി എന്ന അക്കാലഘട്ടത്തിലുള്ള മുനാഫിക്കൾ വികലമായിട്ട് ആ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്തെങ്കിലും പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയുന്ന സന്ദർഭത്തിൽ അവർ ചോദിക്കും, അത് നിങ്ങൾ പറയുന്നതാണോ? ഖുർആനിൽ അതിനെക്കുറിച്ച് വല്ല ആയത്തും ഇറങ്ങിയിട്ടുണ്ടോ? വയഖൂലുൽ ലദീന ആമനു ലൗലാ നുസിലത് സൂറ, ഇതേ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഖുർആൻ ഈ വിഷയത്തിൽ അവതരിപ്പിക്കാത്തത്? അത് നിങ്ങൾ പറയുന്നതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണോ? ഇതേ രൂപത്തിൽ അവര് വിശ്വസിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ, അതായത് റസൂലുള്ള പറയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളയായിട്ട് പറയുന്ന സന്ദർഭത്തിൽ മാത്രം കേൾക്കുക, അല്ലാത്ത സന്ദർഭത്തിൽ കേൾക്കേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല, ആദരിക്കേണ്ടതില്ല, ഇതേ രൂപത്തിലെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖണ്ഡിച്ചുകൊണ്ട് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വആമനു ബിമാ നുസില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിന്റെ ആരംഭ ഭാഗത്ത് തന്നെ പറഞ്ഞു, പ്രവാചകൻ മുഹമ്മദിന് അവതരിപ്പിക്കപ്പെട്ടതിൽ മുഹമ്മദ് പറയുന്നതിൽ നിങ്ങൾ വിശ്വസിച്ചേ തീരൂ, അല്ലെങ്കിൽ അദ്ദേഹത്തെ റസൂലുള്ളാഹി എന്നുള്ള നിലക്ക് മാത്രമല്ല, റസൂലുള്ളാഹി ആയിട്ടല്ല, അല്ലാത്ത സമയത്ത് ജീവിതത്തിലുടനീളം ഓരോ സെക്കൻഡിൽ നിങ്ങൾ പ്രവാചകനെ പിൻപറ്റിയേ തീരൂ. റസൂലാണെങ്കിൽ മാത്രം പിൻപറ്റിയാൽ പോരാ, ആ രൂപത്തിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ എന്നുള്ള പദം അവിടുന്ന് മാറ്റി മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞു. അതായത് റസൂലായിക്കൊണ്ടല്ലാതെ പ്രവാചകൻ എന്നുള്ള നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദരിച്ചേ പറ്റൂ, നിങ്ങൾ ബഹുമാനിച്ചേ തീരൂ. ആ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്ന മനോഹരമായിട്ടുള്ള വചനം. അതായത് ദൗർഭാഗ്യവശാൽ ഇന്നും മുസ്ലിം ഉമ്മത്തിലെ ചില ആളുകൾ ഇതേ രൂപത്തിൽ എന്തെങ്കിലും കാര്യം പറയുന്ന സന്ദർഭത്തിൽ അത് ഹദീസിലുള്ളതല്ലേ, അതല്ലെങ്കിൽ അത് ഖുർആനിൽ കാണിച്ച് അതേ രൂപത്തിലുള്ള വികല വിശ്വാസം, വികല ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾ ദൗർഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്തിലുണ്ട്. അതായത് ഖുർആൻ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അത് പരിശുദ്ധ ഖുർആൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ ഉടനീളം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുക. വളരെ 2-3 ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിച്ച സൂറത്ത് നിസായിലെ ശ്രദ്ധേയമായിട്ടുള്ള 3 ആയത്തുകൾ, ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ സൂറത്ത് നിസായിന്റെ 65-ാമത്തെ ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവര് വിശ്വാസികളായ അല്ലാഹുവിനെ തന്നെ പിടിച്ച് ഖസം ചെയ്യാൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സത്യം ചെയ്യുകയാണ്. എത്ര ഗൗരവാണത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ലാ യുഅ്മിനൂൻ, അവര് വിശ്വാസികളാകില്ല, അല്ലാഹു തന്നെയാണ് സത്യം, അവര് വിശ്വാസികളാകില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാൻ. അത്രയും കഠിനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന മറ്റു ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. അത്രയും ഗൗരവമായിട്ട് അവർ അവിശ്വാസികളാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അടുത്ത ആയത്തിന്റെ അടുത്ത ഭാഗം ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യത്തിൽ യുഹക്കിമൂക, അതായത് ക എന്നുള്ളത് വിരൽ ചൂണ്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. നിന്നെ വിധികർത്താവായിട്ട് സ്വീകരിക്കുന്നത് വരെ അവർ വിശ്വാസികളാകില്ല. ദീനിൽ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം അള്ളാഹുവിലേക്ക് തിരിയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും രണ്ടാമതായിട്ട് പ്രവാചകന്റെ സുന്നത്തിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്, അതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതിലെ പ്രവാചകന്റെ സുന്നത്ത് അത് പറ്റൂല എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ വിശ്വാസികളാകില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ മാത്രം മതി, റസൂലിനെ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള ഖണ്ഡനാണിത്. അത് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ ഇതേ സൂറത്തിൽ
സൂറത്ത് നിസായിൽ തന്നെ 61-ാമത്തെ ആയത്തിലും വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹുവിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതനിലേക്ക് നൽകപ്പെട്ടതിലേക്കും വരൂ എന്നവരെ വിളിച്ചാൽ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവർ തിരിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അവരെ വിളിച്ചാൽ അവർ തിരിഞ്ഞു പോകും എന്നുള്ളത്. അല്ലാഹുവിലേക്ക് മാത്രമല്ല റസൂലിലേക്ക് വിളിച്ചാലും അവർ തിരിഞ്ഞു പോകും എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരായത്ത് അതേ സൂറത്ത് നിസായിൽ തന്നെ, സൂറത്ത് നിസായിന്റെ 150-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അതേപോലെ തന്നെ ദൂതനിലും അവിശ്വസിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും ദൂതനിലും ഇടയിൽ വിവേചനം കൽപ്പിക്കപ്പെട്ട ആളുകൾ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും ദൂതനിലും അവിശ്വസിച്ചവരായിട്ടുള്ള ആളുകൾ. രണ്ടാമതായിട്ട് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും റസൂലിനും ഇടയിൽ വിവേചനം കൽപ്പിക്കപ്പെട്ട ആളുകൾ. അള്ളാഹിനെ റസൂലിനെ അവരങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് അള്ളാഹിനെ റസൂലിനെയും വേർപ്പെടുത്തിയ ആളുകൾ. അത്തരം ആളുകളോടാണ് അതിഗൗരവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് അപ്പടി സ്വീകരിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി. അല്ലാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 സ്ഥലത്താണ് മുഹമ്മദ് എന്നുള്ള പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി എന്ന് ചേർത്താണ് പറഞ്ഞത്. ഒരേ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തിട്ടില്ല, അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആദരവാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു നാമമായിട്ട് പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്നത് അഹ്മദ് എന്നുള്ള പേരാണ്. അഹ്മദ് എന്നുള്ള പേര് അത് ബിലിസാനി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിൽ നിന്നും കടന്നു വരുന്നതായിട്ട് സൂറത്തു സഫ്ഫിൻ ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിന് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള ആ സുവിശേഷ വാർത്ത അറിയിച്ച സന്ദർഭത്തിൽ അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ച പദം അഹ്മദ് എന്നുള്ള പദമാണ്. ആ പദവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നിരവധി, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. മറ്റൊരു അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, സൈഡായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് പ്രവാചകൻ എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം റസൂലുള്ളാഹി എന്ന ചിത്രമായിരുന്നു. പ്രവാചകന്റെ യഥാർത്ഥ വിശ്വാസികൾ സ്വഹാബികളായിട്ടുള്ള ആളുകൾക്ക് പ്രവാചകൻ എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ആദ്യം അവരുടെ മനസ്സിലേക്ക് വന്ന ചിത്രം റസൂലുള്ളാഹി എന്നുള്ള ചിത്രമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ഞാൻ പറയുന്ന വ്യക്തമാകാൻ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു അതായത് പ്രവാചകൻ എന്നുള്ള വ്യക്തിയെ നമുക്ക് പരിചയമില്ല. കാരണം നമുക്കിടയിൽ പ്രവാചകൻ ജീവിക്കുന്നില്ല. പ്രവാചകൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളിലാണ് ഇന്ന് പ്രവാചകൻ ഉള്ളത്. പക്ഷെ അതേ സന്ദർഭത്തിൽ അക്കാലഘട്ടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ പച്ചയായിട്ട് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഒരു ഭർത്താവായിരുന്നു, അതേപോലെ തന്നെ ഒരു സുഹൃത്തായിരുന്നു, ഒരു പിതാവായിരുന്നു, അതേപോലെ തന്നെ ചില ആളുകളുടെ ബന്ധുവായിരുന്നു. ഇപ്പൊ നുബുവത്തിന് മുമ്പ് ആ രൂപത്തിലായിരുന്നു. 40 വർഷം അവർ ആ കണ്ടതെല്ലാം ആ രൂപത്തിലായിരുന്നു. 40 വർഷത്തിന് മുമ്പ് ചില ആളുകൾ പ്രവാചകനെ സുഹൃത്തായിട്ട് കണ്ടു, ചില ആളുകൾ ഭർത്താവായിട്ട് കണ്ടു, ചില ആളുകൾ പിതാവായിട്ടെല്ലാം കണ്ടു. പക്ഷെ ആ നുബുവത്തിന് ശേഷം വിശ്വാസം, ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് കയറിയതോടുകൂടെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം റസൂലുള്ളാഹി എന്ന ചിത്രമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിനുശേഷമാണ് പിന്നീടാണ് അവര് ഭർത്താവായിട്ടും സുഹൃത്തായിട്ടും പിതാവായിട്ടെല്ലാം അവർ കണ്ടത്. എത്ര അത്ഭുതമാണത്, ചിന്തിച്ചു നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും ഒരൊറ്റ ഹദീസിൽ പോലും എന്റെ ഭർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല ഹദീസ് ഉദ്ധരിക്കുന്നത്, മറിച്ച് റസൂലുള്ള പ്രവാചകൻ, അള്ളാഹുവിന്റെ ദൂതനായിട്ടുള്ള പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ഉറ്റ മിത്രമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാല സ്വദീഖി അല്ലെങ്കിൽ ഖാല ഖലീലി, എന്റെ സുഹൃത്ത് പറഞ്ഞു എന്നല്ല പറയുന്നത്, മറിച്ച് ഖാല റസൂലുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അതായത് പ്രവാചകനെ കുറിച്ച് അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം റസൂലുള്ള എന്ന ചിത്രമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മളിലേക്ക് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഭാര്യ, നമ്മൾ ലോകത്തെ എത്ര വലിയ പദവിയിലെത്തിയാലും, നിങ്ങളൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയാലും, ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് അവളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിത്രം ഭർത്താവ് എന്നുള്ള ചിത്രമായിരിക്കും. അതിന് ശേഷമാണ് നിങ്ങളുടെ പദവിയെല്ലാം അവരുടെ മനസ്സിലേക്ക് വരിക. അതേപോലെ തന്നെ നിങ്ങളെ മക്കൾ എത്ര വളർന്നാലും, ലോകത്തെ ഏറ്റവും വലിയ പദവിയിലെത്തിയാലും, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്നുള്ളത് അവർ മരണം വരെ അവർ നിങ്ങളെ ആദ്യം മകനായിട്ടേ കാണൂ, പിന്നീടാണ് നിങ്ങളുടെ പദവി കാണുക. ചിന്തിച്ചോക്കെ നിങ്ങൾ. പക്ഷേ അവര് അത് നേരെ തലതിരിച്ച് അവർക്ക് കാണാൻ സാധിച്ചു. അതിന്റെ കാരണം അവരുടെ മനസ്സിലുള്ള
അവരുടെ മനസ്സിൽ പ്രവേശിച്ച ഈമാനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ആദ്യം വരുന്ന ചിത്രം റസൂലുള്ളാഹി എന്നുള്ള ചിത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷമാണ് ഭർത്താവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ആദ്യം വരുന്ന ചിത്രം റസൂലുള്ളാഹി എന്ന ചിത്രമാണ്. പിന്നീടാണ് സുഹൃത്തായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ആ ഭാര്യയും അതേപോലെ തന്നെ മക്കളും അതേപോലെ തന്നെ സുഹൃത്തുക്കളെല്ലാം പ്രവാചകനെ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ പ്രവാചകൻ എന്ത് പറഞ്ഞോ അത് അപ്പടി പിന്തുടരപ്പെടുന്നതായിട്ടാണ് ആ ജീവിതകാലത്തുടനീളം നമ്മൾ കാണുന്നത്. ഭാര്യ ഭർത്താവ് പറഞ്ഞതല്ലേ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അതെന്റെ സുഹൃത്ത് പറഞ്ഞത് അതേ രൂപത്തിൽ ഒരിക്കൽ പോലും അവഗണിക്കുന്നില്ല. കാരണം റസൂലുള്ള അവരെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ള, അവരേറ്റവും സ്നേഹിച്ചതും അവരോട് ഏറ്റവും അടുത്തതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേർവിരുദ്ധമായിട്ടുള്ള ചിത്രമാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ആദരിച്ചതും പ്രവാചകനെ ഏറ്റവും കൂടുതൽ പിൻപറ്റിയതെല്ലാം പ്രവാചകനോട് ഏറ്റവും അടുത്ത ആളുകളായിരുന്നു. അതിനുശേഷമാണ് പുറത്തുള്ള ആളുകളിലേക്ക് പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം അടുത്തറിയുന്ന ആളുകൾക്ക് നമ്മളെക്കുറിച്ച് വലിയ ഇംപ്രഷൻ ഇല്ല. അതേ സന്ദർഭത്തിൽ നമ്മളിലേക്കെല്ലാം അടുക്കുന്തോറും നമ്മളെക്കുറിച്ചുള്ള ഇംപ്രഷൻ പോവാണ്. പക്ഷേ പ്രവാചകനോട് എത്ര അടുത്തോ അത്രയും അവർ പ്രവാചകനെ കുറിച്ച് മതിപ്പുളവാക്കി. പ്രവാചകനോട് ഏറ്റവും അടുത്തുള്ള ആളുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെയെല്ലാം ഞാൻ റസൂലുള്ളാഹി എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. അതേപോലെ തന്നെ ഇതര പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുൻകാല പ്രവാചകന്മാരെ ആ സമൂഹം വിമർശിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുപടി പറയാൻ കൽപ്പിക്കുന്നതായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ കാണുക. ഉദാഹരണത്തിന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ സമൂഹം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അകാരണമായിട്ട് വിമർശിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ അറാഫിന്റെ 61-ാമത്തെ വചനത്തിൽ ഖാല യാ ഖൗമി ലൈസ ബി ളലാലത്തിൻ, എന്റെ ജനങ്ങളെ ഞാൻ ദുർമാർഗിയല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന് മറുപടി നൽകാൻ ഖാല യാ ഖൗമി ലൈസ ബി ളലാലത്തിൻ, എന്റെ ജനതയെ ഞാൻ ദുർമാർഗിയല്ലെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരമായിട്ട് അതേ സൂറത്തിൽ 67-ാമത്തെ വചനത്തിൽ ഖാല യാ ഖൗമി ലൈസ ബി സഫാഹത്തുൻ, അതായത് ഓ സമൂഹമേ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വിഡ്ഢിയല്ല. അത് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറയാൻ. പക്ഷെ അതേ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഹബീബായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പ്രതിരോധിക്കേണ്ടതില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിലുടനീളം ശത്രുക്കളുടെ ആരോപണങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ശത്രുക്കളുടെ ആരോപണത്തിന് പ്രവാചകനല്ല മറുപടി നൽകുന്നത്, പ്രവാചകനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അവർക്ക് മറുപടി നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുക. എത്ര ഉദാഹരണങ്ങളാണ്. സൂറത്തുൽ ഖലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നീ അവർ പറയുന്നത് പോലെ നീ മജ്നൂനല്ല. അതേപോലെ തന്നെ സൂറത്ത് തൂറിലും വമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിനിൻ വലാ മജ്നൂൻ, അവരെ നിങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നീ ഇതേ രൂപത്തിൽ മജ്നൂനല്ല, നീ ജ്യോത്സ്യനല്ല. അതായത് അക്കാലഘട്ടത്തിലുള്ള ശത്രുക്കൾ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രവാചകനെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ടാണ് പരിശുദ്ധ ഖുർആനിലുടനീളം നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അവരെന്തെങ്കിലും പറയട്ടെ പ്രവാചകരെ, അവർക്കുള്ള മറുപടി ഞാൻ നൽകാം. താങ്കളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായിട്ട് ധൈര്യസമേതം നിങ്ങൾ മുന്നോട്ട് പോവുക, അവരിൽ നിന്നെല്ലാം ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 67-ാമത്തെ വചനത്തിൽ അല്ലാഹു യഅസിമുക മിനന്നാസ്, പ്രവാചകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും താങ്കളെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഉറപ്പ് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം. സുബ്ഹാനല്ലാഹ്. അത് പരിശുദ്ധ ഖുർആനിൽ വീണ്ടും സൂറത്തുൽ അൻഫാലിലെ 62-ാമത്തെ വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മനോഹരമായിട്ടുള്ള വചനം, പ്രവാചകർ അവരെ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഫഇന്ന ഹസ്ബുക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മതി പ്രവാചകരെ, അവരെന്താ ചെയ്തോട്ടെ, ഫഇന്ന ഹസ്ബുക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മതി പ്രവാചകരെ താങ്കൾക്ക്. ഈ ഒരു വാഗ്ദാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു വാഗ്ദാനത്തിലുള്ള ധൈര്യം കാരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പ്രതിസന്ധിയിലും ഒരിക്കലും പതറാതെ മുന്നോട്ട് പോകാനുള്ള കാരണം. ശത്രുക്കൾ മുന്നിലും പിന്നിലായിട്ട് വളഞ്ഞ യുദ്ധക്കളത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പതറാതിരിക്കാനുള്ള കാരണം ഫഇന്ന ഹസ്ബക്കല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഒരു വാഗ്ദാനത്തിലുള്ള ഉറച്ച വിശ്വാസമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ പദവിയും ശ്രേഷ്ഠതയാണ് പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങളെ സംബന്ധിച്ചാണ് തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരവധി നാമങ്ങൾ നൽകപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ സീറ പണ്ഡിതന്മാർ പ്രവാചകന്റെ 200-ലധികം നാമങ്ങളെ സംബന്ധിച്ചെല്ലാം സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവാചകന്റെ ചില നാമങ്ങളാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുന്നത്. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഒന്നാമത്തെ നാമമായിട്ട് അറിയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം മുഹമ്മദ് എന്നുള്ള പേരാണ്. പരിശുദ്ധ ഖുർആനിലെ 4 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗിച്ചിട്ട് നേരത്തെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ആ മുഹമ്മദ് എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും ഒരു മഹാത്ഭുതമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹംദ് എന്നുള്ള പദത്തിൽ നിന്നാണ് മുഹമ്മദ് എന്നുള്ള പദം ഉത്ഭവിക്കുന്നത്. ഹംദ് നമുക്കറിയാം, നമ്മളെല്ലാവരും ഹംദ് അൽഹംദുലില്ലാഹ് നമ്മൾ പറയാറുണ്ട്. പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നതിന് ഹംദ് കൊണ്ടാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഭാഷയിൽ ഹംദ് എന്നുള്ള പദത്തിന്, ഭാഷയിൽ അറബി ഭാഷയിൽ ഹംദ് എന്നുള്ള പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നന്ദി ചെയ്യുക, അതോടൊപ്പം തന്നെ വാഴ്ത്തുക. അതായത് ശുക്റും മധുഹും, ഈ രണ്ട് ശുക്റും മധുഹും നന്ദിയും വാഴ്ത്തലും ഒരുമിക്കുന്ന സന്ദർഭത്തിലാണ് ഹംദ് എന്നുള്ള പദം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ അള്ളാനെ വാഴ്ത്തുന്നുണ്ട്, അതേപോലെ തന്നെ അള്ളാഹിനോട് നന്ദി പറയുന്നുണ്ട്. അപ്പൊ രണ്ടർത്ഥങ്ങളും ഒരേ രൂപത്തിൽ ഹംദ് എന്നുള്ള പദത്തിൽ വന്നു ചേരുന്നുണ്ട്. മറ്റൊരു ഭാഷയിൽ ആ ഒരു സൗന്ദര്യം ഇല്ല എന്നുള്ള. അപ്പൊ മലയാളത്തില് നന്ദിയും വാഴ്ത്തലും രണ്ടാണ്. അപ്പൊ മനോഹരമായിട്ടുള്ളൊരു പെയിന്റിങ്ങിനെ നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ വാഴ്ത്താറുണ്ട്, അതിനെ മദ്ഹ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും അതിനോട് നമ്മൾ നന്ദി പറയാറില്ല. അപ്പൊ വാഴ്ത്തുക എന്നുള്ളതിന് മാത്രം അറബി ഭാഷയിൽ നിരവധി ഇതര പദങ്ങളുണ്ട്. വാഴ്ത്തുക എന്നുള്ളതിനെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ മദ്ഹ് എന്നുള്ള പദം, അതേപോലെ തന്നെ സനാ എന്നുള്ള പദം എല്ലാം വാഴ്ത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള പദങ്ങളാണ്. ഇപ്പൊ സനാ എന്നുള്ള പദം ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിലെല്ലാം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിറിളാക മിൻ സഖ്തിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അവിടെയെല്ലാം സനാ എന്നുള്ള പദം കടന്നു വരുന്നുണ്ട്. അവിടെ വാഴ്ത്തുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അതേപോലെ തന്നെ ഇപ്പൊ ശുക്ർ നമ്മൾ ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നന്ദി എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ചില ആളുകളോട് നന്ദി പറയാറുണ്ട്, അവരെ നമ്മൾ വാഴ്ത്താറില്ല. ഉദാഹരണത്തിന് ഒരു ചെറിയ കുട്ടി എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നാൽ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നൽകിയാൽ നമ്മൾ അവനോട് നന്ദി പറയും, ശുക്ർ പറയും. പക്ഷെ അവനെ നമ്മൾ ആ ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ അവനെ വാഴ്ത്താറില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ അറബി ഭാഷയിൽ ഹംദ് എന്ന് വെച്ചാൽ വാഴ്ത്തുക, നന്ദി ചെയ്യുക, അത് രണ്ടും മിക്സ് ചെയ്താലാണ് ഹംദ് എന്നുള്ള പദം ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് ഭാഷയുടെ സൗന്ദര്യം. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്ദി പറയുകയാണ്. എന്തിന്? ആ വെള്ളം നമുക്ക് നൽകിയതിന്. രണ്ടാമതായിട്ട് നമ്മൾ അള്ളാഹുവിനെ മദ്ഹ് ചെയ്യാണ്, അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, കാരണം ആ വെള്ളം സൃഷ്ടിച്ചതിന്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതേ പദമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ പദമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും അതേ റൂട്ട് വേർഡിലാണ് കടന്നു വരുന്നത്. ഹമിദ എന്ന് വെച്ചാൽ വാഴ്ത്തുക അല്ലെങ്കിൽ നന്ദി ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അതിന്റെ ആ ഹമിദ എന്നുള്ള പദത്തിന്റെ മുബാലഗ രൂപമാണ് ഹമ്മിദ. അതായത് ഹമ്മദ യുഹമ്മിദു തഹ്മീദൻ ഫഹുവ മുഹമ്മദ്. നിരന്തരം വാഴ്ത്തപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിരന്തരം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് മുഹമ്മദ്. അതാണ് ആ പദത്തിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ആരംഭ ഭാഗത്ത് പറഞ്ഞ പോയിന്റ് ഒന്ന് ഇവിടെ ചേർത്ത് വെച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്രത്തിൽ, ഭൂമിയുടെ ചരിത്രത്തിൽ ഒരാളും പ്രവാചകനെ പോലെ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. ഭൂമിയിലുള്ള വിശ്വാസികളുടനീളം സദാസന്ദർഭത്തിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തും ഖിയാമത്ത് നാൾ വരെ പ്രവാചകനെ ഭൂമിയിൽ ഒരു സെക്കൻഡ് ഇടപെടാതെ പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ മാത്രമല്ല, ഭൂമിയിലെ വിശ്വാസികൾ, അതേപോലെ തന്നെ നമുക്കറിയാം ആകാശ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും പ്രവാചകൻ ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് എന്നുള്ള പദത്തിനർത്ഥം നിരന്തരം, അതായത് തുടർച്ചയായിട്ട് വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. സുബ്ഹാനല്ലാഹ്, ഇത്ര മനോഹരാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കടന്നു വരുന്ന അഹമ്മദ് എന്നുള്ള പദം. അഹമ്മദ് എന്നുള്ള പദം അത് ക്വാളിറ്റിയെ പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നത്. മുഹമ്മദ് എന്നുള്ളത് അത് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നു. അഹമ്മദ് എന്നുള്ള പദം അത് ക്വാളിറ്റി, അതായത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒന്നാമത്തെ നാമമായിട്ട് കടന്നു വരുന്ന മുഹമ്മദ് എന്നുള്ള നാമം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു നാമങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ, മനോഹരമായിട്ടുള്ള ഹദീസ്, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലീ ഖംസത്തു അസ്മാ, എനിക്ക് 5 നാമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പറയാൻ, എനിക്ക് 5 നാമങ്ങളുണ്ട്. അന മുഹമ്മദുൻ,
അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്, അതിന് നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് വ അഹ്മദ്, ഞാൻ അഹ്മദാണ്, അതും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് പറഞ്ഞു വ അനൽ മാഹി, ഞാൻ മാഹിയാണ്. മാഹി എന്ന് വെച്ചാൽ പ്രവാചകൻ, മാഹി എന്നുള്ള പദത്തിന് നമുക്കറിയാം യംഹുല്ലാഹ്, നേരത്തെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. മാഹി എന്ന് വെച്ചാൽ തുടച്ചു നീക്കുക അല്ലെങ്കിൽ മായ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ കൊണ്ട്, അതായത് ഞാൻ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിലൂടെ തുടച്ചു നീക്കി. എന്ത്? കുഫർ തുടച്ചു നീക്കി. നമുക്കറിയാം അറേബ്യൻ ഉപദ്വീപ് വിഗ്രഹങ്ങളാൽ നിറയപ്പെട്ട ആ ഒരു കാലഘട്ടത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. പിന്നീട് ആ ചിർക്കിൽ നിന്നെല്ലാം മോചിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി വിഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട കഅബയെല്ലാം, ആ വിഗ്രഹങ്ങളെല്ലാം നീക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി അവിടെ മാറ്റുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവിടെ ഉണ്ടായിരുന്ന കുഫറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവാചകന്റെ ഒരു നാമമായിട്ട് പറഞ്ഞത് വ അനൽ മാഹി, ഞാൻ മാഹിയാണ്. അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ, എന്നിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫറിനെ തുടച്ചു നീക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തുടരുകയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ അനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. ഹഷർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുമിച്ച് കൂട്ടുക എന്നുള്ള അർത്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു, അല്ലദീ യഹ്ശുറുൻ നാസു അലാ ഖദമി, ജനങ്ങളെ ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പിന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അതായത് മരണാനന്തര ജീവിതത്തിൽ പ്രവാചകന്റെ പിന്നിൽ ലോകത്തുള്ള സർവ്വജനങ്ങളെയും ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രവാചകന്റെ മറ്റൊരു നാമം ഹാഷിർ എന്നുള്ള നാമം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തുടരുകയാണ് വ അനൽ ആഖിബ്, ഞാൻ ആഖിബാണ്. അതായത് ആഖിബ് എന്നുള്ള പദത്തിന് അർത്ഥം പ്രവാചകത്വത്തിന് പരിസമാപ്തി കുറിക്കപ്പെട്ടവൻ, ഖാതമൻ നബിയീൻ. ആഖിബ് നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിന്റെ 11-ാമത്തെ വചനത്തിൽ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അവിടെ പര്യവസാനം എന്നുള്ള അർത്ഥത്തിൽ ഖുർആൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേ രൂപത്തിൽ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയായിട്ട് കടന്നു വന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് വ അനൽ ആഖിബ്, ഞാൻ ആഖിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത നാമമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 നാമങ്ങൾ മുഹമ്മദ്, അഹ്മദ്, മാഹി, ഹാഷിർ, ആഖിബ്, ഈ 5 നാമങ്ങളാണ് ഈ ഒരു ഹദീസിൽ, മനോഹരമായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിശേഷിപ്പിക്കപ്പെട്ട 2 നാമങ്ങൾ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിന്റെ അവസാനത്തിൽ വഖദ് സമ്മാഹുല്ലാഹു റഊഫർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ റഊഫർ റഹീം എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള. എവിടെയാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 128-ാമത്തെ ആയത്ത്, അതായത് അവസാനത്തിന് തൊട്ടുമുമ്പുള്ള ആയത്തിൽ, മനോഹരമായിട്ടുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകൻ വിശ്വാസികളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യവുമായിട്ടുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രവാചകന് വിശേഷിപ്പിക്കപ്പെട്ട രണ്ട് നാമങ്ങൾ റഊഫുർ റഹീം എന്നുള്ള ആ 2 നാമങ്ങൾ വെച്ച് പ്രവാചകനെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസ്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മുഹമ്മദാണ്, അതേപോലെ തന്നെ ഞാൻ അഹ്മദാണ്. അതിനുശേഷം നേരത്തെ പറയാത്ത വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ മുഖഫി വ അനൽ മുഖഫി, ഞാൻ മുഖഫിയാണ്. മുഖഫി എന്ന് വെച്ചാൽ അന്തിമൻ അല്ലെങ്കിൽ അവസാനത്തെ ആൾ. നേരത്തെ ആഖിബ് എന്നുള്ള പദം ഞാൻ നേരത്തെ പറഞ്ഞു, അതേ അർത്ഥത്തിൽ, അതായത് പ്രവാചകത്വത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്നവനാണ് ഞാൻ. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വനബിയു തൗബ, ഞാൻ പശ്ചാത്താപത്തിന്റെ പ്രവാചകനാണ്. അതായത് പശ്ചാത്താപത്തിന്റെ ആ സ്രോതസ് നമുക്ക് കാണിച്ചു തന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ കാണിച്ച ആ വഴിയിലൂടെ, ആ വഴി പിന്തുടർന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പാപമോചനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്കുള്ള വഴി, പാപമോചനത്തിന്റെ വഴി കാണിക്കപ്പെട്ടത് പ്രവാചകനിലൂടെയാണ്. അതുകൊണ്ടാണ് വനബിയു തൗബ, ഞാൻ പശ്ചാത്താപത്തിന്റെ പ്രവാചകനാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വനബിയു റഹ്മ, ഞാൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായിട്ട് വിശേഷിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് പ്രവാചകരെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരുണ്യം എത്രയാണ് ചിന്തിച്ചു നോക്കുക. അപ്പൊ കാരുണ്യം എന്നുള്ള ആ റഹീം എന്നുള്ള പദം, ആ പദം നമ്മൾ നേരത്തെ സൂറത്ത് റഹ്മാന്റെ തഫ്സീറുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. റഹീം എന്ന് വെച്ചാൽ ഭാഷയിൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഇപ്പൊ നമ്മുടെ
കുടുംബബന്ധത്തിന് സമാനമായിട്ടുള്ള റൂട്ട് വേർഡിൽ കടന്നു വരുന്ന അർഹാം എന്നുള്ള പദം സൂറത്ത് നിസാഇന്റെ ആദ്യത്തെ വചനം വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അതെല്ലാം ഗർഭപാത്രം എന്നുള്ള ആ പദവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും ഖുദ്സിയായിട്ടുള്ള ഹദീസിൽ സമ്മയ്തുക ബിസ്മി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അതായത് റഹീം എന്നുള്ള പദം മാതാവിന്റെ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു മാതാവിന് കുട്ടിയോടുള്ള കാരുണ്യം പോലെയാണ്, അതിനേക്കാൾ ഏറെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോട്, തന്റെ ഉമ്മത്തിനോടുള്ള കാരുണ്യം. തന്റെ മകന് വഴിപിടിച്ചത് കാണാൻ ഒരു മാതാവും ഇഷ്ടപ്പെടുന്നില്ല. തന്റെ മകന് നന്നാവുന്നത്, അതേപോലെ തന്നെ ആ മാതാവിന്റെ സന്തോഷം മുഴുവൻ ആ മകന്റെ സുഖമാണ്. അതേപോലെ തന്നെ മകന് വിഷമിക്കുന്നത് മാതാവിന് സഹിക്കുന്നില്ല. അതേ രൂപത്തിൽ അതിനേക്കാൾ ഏറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി എത്രയാണ് കരഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരങ്ങളിൽ പോലും പ്രവാചകൻ അന്തി ഉറങ്ങാതെ ഉമ്മത്തിന് വേണ്ടി പൊട്ടിക്കരയുന്ന പ്രവാചകന്റെ ചിത്രം എത്ര ഹദീസുകളിലൂടെയാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്കറിയാം അക്കാലഘട്ടത്തിലുള്ള ഖുറൈശികൾക്ക് വേണ്ടി പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മദീനയിലുള്ള ജൂതന്മാർക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലൻ യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ, പ്രവാചകർ അവർ വിശ്വസിക്കാത്തത് നിമിത്തം, അല്ലെങ്കിൽ അവർ അവിശ്വാസികളായതിന്റെ നിമിത്തം അതിന്റെ ദുഃഖം കാരണം നീ മരണപ്പെട്ടു പോയേക്കാം പ്രവാചകരെ. അതായത് അവർ അവിശ്വസിച്ചതിന് പ്രവാചകന് മരണകാരണം, അല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാവുന്ന രൂപത്തിൽ പ്രവാചകനെ അതെല്ലാം വിഷമിപ്പിച്ചിരുന്നു എന്നുള്ള. അപ്പൊ അവിശ്വാസികളുടെ മേലെ അത്രയേറെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിനോട്, പ്രവാചകന്റെ അനുയായികളോട് പ്രവാചകനുള്ള സ്നേഹം എത്രയായിരിക്കും? ചിന്തിച്ചോക്ക് നിങ്ങൾ. അത് പ്രവാചകന്റെ തലമുറയോട് മാത്രമല്ല, മറിച്ച് വരാനുള്ള തലമുറയെ ഓർത്ത് പ്രവാചകൻ വിഷമിക്കുകയാണ്. രാത്രി പ്രവാചകൻ എഴുന്നേറ്റ്, നമുക്കറിയാം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മാഇദ പാരായണം ചെയ്ത സന്ദർഭത്തിൽ ആ സൂറത്തുൽ മാഇദയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്റെ ജനതയ്ക്ക് സാക്ഷിയായിട്ട് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ചോദിക്കുന്നുണ്ട്, ഓ ഈസാ ഇബ്നു മറിയം, എന്താണ് ഞാൻ ഇവരെ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്ന ആ മറുപടി സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇൻ തുഅദ്ദിബഹും ഫഇന്നഹും ഇബാദുക, അതേ രൂപത്തിലുള്ള അവസാന ഭാഗത്ത് കടന്നു വരുന്ന ആ ആയത്ത് എത്തിയ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് തുടർന്നങ്ങോട്ട് പാരായണം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നത് തന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ള. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സംഭവങ്ങളാണ്. സൂറത്തിന് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് തരാൻ വേണ്ടി ആവശ്യപ്പെടാൻ. അപ്പൊ ആ സ്വഹാബി അത്ഭുതത്തോട് കൂടി ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ പാരായണം ചെയ്ത് തരികയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മറ്റൊരാളിൽ നിന്നും കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹം. ആ സന്ദർഭത്തിൽ ആ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്ത് നിസാ ആയിരുന്നു പാരായണം ചെയ്തത്. സൂറത്ത് നിസാഇന്റെ 41-ാമത്തെ ആയത്ത് എത്തിയ സന്ദർഭത്തിൽ 41-ാമത്തെ ആയത്ത് വളരെ ശക്തമായിട്ടൊരു ആയത്തിലേക്ക് ആ സ്വഹാബി പ്രവേശിച്ചു. ആ 41-ാമത്തെ ആയത്തിൽ ഫകൈഫ ഇദാ ജിനാ ബിക മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, മുന്നേയുള്ള തലമുറയെല്ലാം ഞാൻ കൊണ്ടുവരും, അവർക്ക് ഓരോ തലമുറക്കും ഓരോ ആളുകളെ ഞാൻ സാക്ഷിയായിട്ട് കൊണ്ടുവരും. വജിനാ ബിക അലാ ഹഉലാഇ ഷഹീദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതേ രൂപത്തിൽ ഈ ഉമ്മത്തിന് വേണ്ടി ഞാൻ താങ്കളെ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്ന അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മറ്റുള്ള മുൻഗാമികളെല്ലാം അവരെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരല്ലെങ്കിൽ ആ ദൂതരെ ഞാൻ സാക്ഷിയായിട്ട് കൊണ്ടുവരും. സമാനമായിട്ട് ഈ ഉമ്മത്തിന് താങ്കളെ ഞാൻ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്ന അവസ്ഥ എന്തായിരിക്കും പ്രവാചകരെ എന്നുള്ള ചോദ്യമാണ് 41-ാമത്തെ ആയത്ത്. ആ ആയത്ത് എത്തിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്ക്, ഇനി മതി, ഇനി എനിക്ക് കേൾക്കണ്ട. സ്വഹാബി ഓതിക്കൊണ്ടിരിക്കുന്ന ആ സ്വഹാബി തല ഉയർത്തിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നിരുന്നു എന്നുള്ളത്, കണ്ണീര് കാരണം. അത്രയേറെ ഈ ഒരു ഉമ്മത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം കാണിച്ചു എന്നുള്ളത്. അതാണ് നബിയുർ റഹ്മ വ അന നബിയുർ റഹ്മ. ഇതല്ല, ചുരുക്കത്തിൽ ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട നാമങ്ങളായിട്ട് കടന്നു വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ്, അവസാനമായിട്ടൊരു ഹദീസ് കൂടെ സൂചിപ്പിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ
സ്വഹീൽ ബുഖാരി അതാ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, തൗറാത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകനെ ഏതൊക്കെ രൂപത്തിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന് വിശേഷിപ്പിക്കപ്പെട്ടതായിട്ടൊരു നാമം അവിടെ അതാ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കേണ്ട. അവിടെ സൂചിപ്പിക്കപ്പെട്ട നാമം മുതവക്കിൽ എന്നുള്ള നാമാണ്. അതായത് മുതവക്കിൽ എന്ന് വെച്ചാൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആള്. ആ ഒരു നാമവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശേഷിപ്പിക്കപ്പെട്ടതായിട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അവസാനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് നൽകപ്പെട്ട ചില സവിശേഷതകൾ, ഖസാഇസുകൾ എന്ന് പറയും. അതായത് മറ്റൊരാൾക്ക് നൽകപ്പെടാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രവാചകന് മാത്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതാണ് അവസാനമായിട്ട് നമ്മൾ പരിശോധിച്ച ചില കാര്യങ്ങൾ മാത്രം. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമമായിട്ടുള്ള അവസാനത്തെ പ്രവാചകനാണ്. മറ്റൊരു പ്രവാചകന് ആ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇപ്പൊ സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന നബിയ്യുൻ യുബഅസു ഇലാ ഖൗമിഹി ഖാസ്വ, എന്റെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിലേക്കാണ് അയക്കപ്പെട്ടത്. ഇപ്പൊ ആദ് സമുദായത്തിലേക്ക്, സമൂദ് ഗോത്രത്തിലേക്ക്, അതേപോലെ തന്നെ ബനു ഇസ്രായേലിലേക്കല്ല, അതെല്ലാം വ്യത്യസ്ത ഭാഗങ്ങളിലേക്കായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരെ എല്ലാം അയച്ചത്. പക്ഷേ വയുബഅസു ഇലന്നാസി അമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിയോഗിച്ചത് മനുഷ്യർക്ക് മുഴുവനായിട്ടാണ്. എന്റെ കാര്യത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മനുഷ്യർക്ക്, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്ക് മുഴുവനായിട്ട് അയക്കപ്പെട്ട അവസാനത്തെ പ്രവാചകൻ, ആ സൗഭാഗ്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിട്ടുള്ളതാണ്. അതാണ് ഒന്ന്. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്ത ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും അതേപോലെ തന്നെ ജിന്നുകൾക്കും വേണ്ടി ഒരേ രൂപത്തിൽ അയക്കപ്പെട്ട പ്രവാചകനാണ്. ഇപ്പൊ നമുക്കറിയാം, മക്ക കാലഘട്ടത്തിൽ നടക്കുന്ന ലൈലത്തുൽ ജിൻ എന്ന സംഭവം, ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം നമ്മൾ കടന്നു വരും. മക്ക കാലഘട്ടത്തിൽ നടന്ന ലൈലത്തുൽ ജിന്ന് സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും സൂചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള സംഭവം. അതേപോലെ തന്നെ നമുക്കറിയാം, സൂറത്തുൽ ജിന്നിന്റെ ആദ്യത്തെ വചനം, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം നമ്മൾ പിന്നീട് കടന്നു വരും. അപ്പൊ അതെല്ലാം സൂചിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് മനുഷ്യനും ജിന്നുകൾക്കും ആകമാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയാണ്, രണ്ടാമത്തെ സവിശേഷത. മൂന്നാമതായിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകനെ കുറിച്ച് ഒരു പ്രത്യേക ഭയം, ഒരു റഅബ്, അത് ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ ആ സാന്നിധ്യം തന്നെ ശത്രുക്കൾ ഭയപ്പെട്ടിരുന്ന അത്തരത്തിലൊരു ഭയം മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്കും നൽകപ്പെടാത്ത വിധം ശത്രുക്കളുടെ മനസ്സിൽ പ്രത്യേകമായിട്ട് പ്രവാചകനെ കുറിച്ചൊരു ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ മനസ്സിൽ നിക്ഷേപിച്ചിരുന്നു എന്നുള്ള, അതാണ് മൂന്നാമത്തെ സവിശേഷത. നാലാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് ഏറ്റവും വലിയ ഉമ്മത്ത് നൽകപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ, സ്വഹീഹനിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മുൻഗാമികളായിട്ടുള്ള എന്റെ മുൻകാലത്തുള്ള മുൻഗാമികൾ എനിക്ക് കാണിക്കപ്പെട്ടു, അതിൽ വലിയൊരു ഉമ്മത്ത് ഞാൻ കണ്ടു. അപ്പൊ ആ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിച്ചു, അല്ലാഹ് അത് എന്റെ ഉമ്മത്താകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഒരു മലക്കിനോട് ചോദിച്ച സന്ദർഭത്തിൽ ആ മലക്കിനോട് പറഞ്ഞു, അത് നിന്റെ ഉമ്മത്തല്ല, അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്താണ്. ഒരു വലിയ ഉമ്മത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്, ഒരു വലിയ ജനസമൂഹത്തെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരല്പം കഴിഞ്ഞപ്പോ അതിനേക്കാൾ വരുന്ന ചക്രവാളം മറക്കപ്പെടുന്ന രൂപത്തിൽ ഒരു വലിയ സമുദായത്തെ ഞാൻ കണ്ടു. ആ സന്ദർഭത്തിൽ ആ മലക്കനോട് പറഞ്ഞു, അത് താങ്കളുടെ ഉമ്മത്താണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് ഏറ്റവും വലിയ ഉമ്മത്ത്, അവരായിരിക്കും സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം, ഈ ഹദീസൊക്കെ പറയുന്ന സന്ദർഭത്തിൽ എത്ര മുസ്ലിങ്ങളാണ് മദീനയിലും മക്കയിലും ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനേക്കാൾ വലിയ ഉമ്മത്തായിട്ട് എന്റെ ഉമ്മത്തിന് ഞാൻ കാണപ്പെട്ടു എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, തീർച്ചയായിട്ടും ഭാവിയെക്കുറിച്ച് അറിയാവുന്ന ഒരു സ്രോതസ്സിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ സംസാരം. അതല്ലെങ്കിൽ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? പിൻകാലഘട്ടത്തിൽ ഇസ്ലാം ലോകത്തെ ഏറ്റവും പ്രബല മതങ്ങളിൽ ഒന്നായിട്ട് ഇസ്ലാം വളരുമെന്നുള്ള ആ മുൻ ഭാവിയെക്കുറിച്ചുള്ള ബോധമുള്ള ഒരു സ്രോതസ്സാണ് ഈ വഹീന്റെ പിന്നിലെന്ന് കൃത്യമായിട്ട് ആ സംസാരം എല്ലാം കാണിച്ചിരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് നാലാമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത. അഞ്ചാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റൊരു പ്രവാചകന്മാർക്ക് നൽകപ്പെടാത്ത വിധം ഏറ്റവും വലിയ മുഅ്ജിസത്ത് നൽകപ്പെട്ടത് നമ്മുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്.
മറ്റുള്ള മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർക്കെല്ലാം നിരവധി മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങളെല്ലാം ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിരുന്നു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടൽ വിളർത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച അവർ മാത്രമാണ് അതിന് സാക്ഷി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഇന്ന് കേവലം ഒരു കഥകൾ മാത്രമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്തായിട്ടുള്ള പരിശുദ്ധ ഖുർആനാകുന്ന ആ മുഅ്ജിസത്ത് അത് എന്നേക്കും നിലനിൽക്കുന്ന ഖിയാമത്ത് നാൾ വരെ ഏതൊരാൾക്കും പരിശോധിക്കാവുന്ന, ഏതൊരാൾക്കും കാണാനും കേൾക്കാനും സാധിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്ത് നൽകപ്പെട്ടത് നമ്മുടെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതാണ് 5-ാമത്തെ സവിശേഷത. 6-ാമത്തെ സവിശേഷത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാം മുൻകാലത്തുള്ള മറ്റൊരു പ്രവാചകന് നൽകപ്പെടാത്ത ഏറ്റവും വലിയൊരു സൗഭാഗ്യം 7 ആകാശങ്ങൾ കടന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് പോകാനും അള്ളാഹുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു അതായത് ഒരു മനുഷ്യൻ എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ പദവിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെട്ടു എന്നുള്ള. അതിനു മുമ്പ് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ തൂരി സീനാ പർവ്വതത്തിന്റെ അടുത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും കടന്നു പോകാൻ പെർമിഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയണം, ഓ പ്രവാചകരെ, ഇനി അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ എനിക്കില്ല. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ഉയർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ലോകത്ത് മറ്റൊരു പ്രവാചകന് നൽകാത്ത ഒരു സ്ഥാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, സൂറത്ത് നജ്ം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പൂർണ്ണ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യാത്രയിൽ കാണിച്ചു കൊടുത്തു. 2 തവണ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തനത് സ്വരൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. സൂറത്ത് നജ്മിൽ തന്നെ വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായത് ചില പണ്ഡിതന്മാർ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടാണ്. മുൻകാലത്ത് ഒരു പ്രവാചകനും ആ രൂപത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇസ്രാ മിറാജ് എല്ലാം മണിക്കൂറുകളെടുത്ത് സംസാരിക്കേണ്ട വിഷയമാണ്. നമ്മൾ അതിലേക്കെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് കടന്നു വരും. 7-ാമതായിട്ട് പ്രവാചകൻ നൽകപ്പെട്ട സവിശേഷത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം ജനതയുടെ നേതാവായിട്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരിക. സ്വഹീഹ് ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ അന സയ്യിദു വലദ് ആദം യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ അതായത് ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും സയ്യിദ് നേതാവായിരിക്കും ഞാനെന്നുള്ള. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സവിശേഷത. 8-ാമതായിട്ട് ഖിയാമത്ത് നാളിൽ കാഹളമോതുന്ന സന്ദർഭത്തിൽ ഖബറിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദ് ആദം, ഞാൻ ആദമിന്റെ മക്കളുടെ നേതാവായിരിക്കും ഖിയാമത്ത് നാളിൽ. അവ്വലുമൻ യൻഷഖു അൻഹുൽ ഖബർ, ഞാൻ ഖബറിൽ പിളർന്ന് ആദ്യം പുറത്തു വരുന്നത് ഞാനായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ 9-ാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് ഹൗദുൽ കൗസർ നൽകപ്പെട്ടു. പരലോകത്ത് നമുക്കറിയാം ആ ഒരു ഉറവ, അതായത് മറ്റുള്ള ആളുകൾക്ക് കുടിക്കാൻ നൽകപ്പെടുന്ന ആ ഉറവ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നൽകപ്പെട്ടതാണ്. ആ വെള്ളത്തിന്റെ ആ ഒരു വലിയ സംഭരണി ചതുരാകൃതിയിൽ, ഹദീസിൽ അതിനെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ മക്ക മുതൽ സുനഅ വരെ, അതായത് സുനഅ വരെയുള്ള അത്രയേറെ വലിയ ആ ഹൗദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടതാണ്. അത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന് ശേഷം കാലങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ ഒരു അല്പം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമനോഹരമായിട്ടുള്ള ഖുത്ബ അവിടെ നടത്തി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഹൗദ് ഈ സന്ദർഭത്തിൽ വളരെ കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ ഞാൻ കാണുന്നത് പോലെ ഹൗദിലേക്ക് ഇപ്പോ നോക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന മനോഹരമായിട്ടുള്ള ആ ഹദീസുകളെല്ലാം സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസ്. 10-ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായിട്ടുള്ള സവിശേഷത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖിയാമത്ത് നാളിൽ ശുപാർശക്കുള്ള അനുമതി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ലോകത്തുള്ള സർവ്വ മനുഷ്യർ ഒന്നടങ്കം അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ വിചാരണ ഒന്ന് തുടങ്ങിക്കിട്ടാൻ വേണ്ടി മനുഷ്യർ ഒന്നടങ്കം ഓരോ പ്രവാചകന്മാരെ സമീപിക്കുകയാണ്. ആദ്യം
നബി അബുൽ ബഷർ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോകുന്നു. നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ കർമ്മം നിർവഹിക്കാൻ സാധ്യമല്ല. നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു പ്രവാചകനിലേക്ക് അവരെ തിരിക്കുന്നു. അതിനുശേഷം ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് മനുഷ്യർ ഒന്നടങ്കം പോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്കെല്ലാം അവർ പോകും. ഒരു പ്രവാചകനും അതിന് സന്നദ്ധാകുന്നില്ല. കാരണം അവർക്കൊന്നും അതിനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന സുദീർഘമായിട്ടുള്ള ഹദീസാണ് നാം പറയുന്നത്. അവസാനം പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് മനുഷ്യർ ഒന്നടങ്കം പ്രവാചകനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശയ്ക്ക് വേണ്ടി അവർ കേണപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, ഞാൻ അതിനുള്ളതാണ്, അത് എന്റെ കർമ്മമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ സമീപത്തേക്ക് പോകും. അർശിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. അതായത് മറ്റൊരാൾക്ക് നൽകപ്പെടാത്ത സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊരാൾക്ക് നൽകപ്പെടാത്ത ചില സ്തുതി വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നുകൊണ്ട് പ്രവാചകൻ നടത്തും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ മുഹമ്മദ് ഇർഫഅ റഅസക, ഓ മുഹമ്മദ് താങ്കൾ തല ഉയർത്തുക, സൽ തുഅതു, നീ എന്താണ് ചോദിക്കുന്നത് ഞാൻ തരാം. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ നടത്തും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ശുപാർശയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അതിമനോഹരമായിട്ടുള്ള ഹദീസ്, ആ ഹദീസെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഈ ഉമ്മത്തിനെ സ്നേഹിച്ചിരുന്നു എന്നെല്ലാം ആ ഹദീസെല്ലാം വളരെ മനോഹരമായിട്ട് കാണിച്ചിരുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. അതായത് ലോകത്ത് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാർക്കും അവർക്ക് ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥന എന്തായാലും ഉത്തരം നൽകുമെന്നുള്ള രൂപത്തിൽ ഒരു പ്രാർത്ഥന അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഒരു ഓഫർ. ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബഹു യദ്ഉ ബിഹാ. അല്ലാഹു സുബ്ഹാനഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ആളുകളും എല്ലാ പ്രവാചകന്മാരും അത് ദുനിയാവിൽ വെച്ച് അവർ ഉപയോഗിച്ചു. അതായത് എല്ലാ പ്രവാചകന്മാരും ആ പ്രാർത്ഥന ഓൾറെഡി ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സമുദായത്തിന് അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, സൂറത്ത് നൂഹിന്റെ 26-ാമത്തെ വചനം. അവിടെ ഉണ്ടായിരുന്ന നിശ്ചയം 900 വർഷം പ്രബോധനം ചെയ്തിട്ടും അത് കേൾക്കാത്ത ആളുകൾക്കെതിരെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉപയോഗിച്ചു. അതേപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് സ്വാദിന്റെ 35-ാമത്തെ വചനത്തിൽ മുൽക്കൻ ലാ യംബഇ ലി അഹദിൻ മിൻ ബഅദി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതേപോലെ തന്നെ നമ്മുടെ ആദർശ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ശേഷം ഒരു പ്രവാചകന് വേണ്ടി റബ്ബന വബഅസ് ഫീഹിം റസൂലൻ, സൂറത്തുൽ ബഖറയുടെ 129-ാമത്തെ വചനം, തനിക്ക് ശേഷം വരാനുള്ള ഒരു പ്രവാചകന് വേണ്ടി ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തി. എല്ലാ പ്രവാചകന്മാർക്കും അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഉരീദു അൻ അഖ്തഅ ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി ഫി യൗമിൽ ഖിയാമ. എന്റെ ആ പ്രാർത്ഥന, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട ആ ഒരു പ്രാർത്ഥന ഞാൻ ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ശുപാർശ നടത്താൻ വേണ്ടി ആ ഒരു ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി ഞാൻ ആ ഒരു ഓഫർ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രവാചകന് ഉമ്മത്തിനോടുള്ള സ്നേഹത്രയാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മുമ്പിൽ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ ശുപാർശ കേൾക്കുമെന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പ്രവാചകനെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സമാനമായിട്ട് വലില്ലാഹിൽ മസലുൽ അഅല നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി ആ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി അവിടെ അത്രയും ആളുകളുടെ മുന്നിൽ നിന്നും നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന്റെ ആ മഹത്വം എത്രയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു രാജ്യത്തെക്കുറിച്ചല്ല, മറിച്ച് ലോകത്ത് ആദ്യമായിട്ട് ജനിച്ച മനുഷ്യൻ മുതൽ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനമായിട്ട് ജനിച്ച സർവ്വ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്ന തലമുറകളായിട്ട് ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ച മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു, അയാളുടെ ശുപാർശ കേൾക്കുകയാണ്. ആ കേട്ട സന്ദർഭത്തിൽ അവിടെയുള്ള, അതായത് ഒരാൾക്കും അവിടെ സംസാരിക്കാൻ അധികാരമില്ല, ഒരേ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാനുള്ള അനുമതി നൽകാൻ. അത്രയും ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കപ്പെടുന്നു. പ്രവാചകന്റെ ആ ശുപാർശ കേൾക്കുന്ന സന്ദർഭത്തിൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുമെന്നുള്ളതാണ്. ആ പ്രശംസയാണ് യഥാർത്ഥത്തിൽ
മഖാമൻ മഹ്മൂദ് എന്നുള്ള പദം കൊണ്ട് വിഭജിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കടന്നു വരുന്ന ഹദീസിൽ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ സംഘം തിരിഞ്ഞ് ഓരോ ആളുകളും ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോയി ശുപാർശയ്ക്ക് വേണ്ടി കെഞ്ചും. ആ സന്ദർഭത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ശുപാർശ നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാനം പറഞ്ഞു, ഫദാലിക യൗമ യുബ്അസുല്ലാഹുൽ മഖാമം മഹ്മൂദ്. അതാണ് മഖാമം മഹ്മൂദ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിന്റെ 79ാമത്തെ വചനത്തിലും അസാ അൻ യബ്അസുക റബ്ബുക മഖാമം മഹ്മൂദ്, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾക്കിടയിൽ ആ ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ ശുപാർശ നടത്തുന്ന സന്ദർഭത്തിൽ അത്രയും കാലം പ്രവാചകൻ അനുസരിച്ചവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തിയവരും പ്രവാചകനിൽ വിശ്വസിക്കാത്ത ആളുകളും ലോകത്തുള്ള സർവ്വ മനുഷ്യർ ഒന്നടങ്കം പ്രവാചകനെ വാഴ്ത്തും. അതാണ് മഖാമം മഹ്മൂദ്. നമുക്കറിയാം, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിലും നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തരം പ്രാർത്ഥന നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് പ്രവാചകന്റെ ശുപാർശ ലഭിക്കുന്നെല്ലാം സ്വഹിയായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. 11ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ആദ്യമായിട്ട് സിറാത്ത് പാലം കടക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അതായത് സ്വർഗത്തിലേക്ക് എത്താൻ ഒരു പാലമുണ്ട്. ആ പാലം മുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. ഓരോ ആളുകളും അവരുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കർമ്മം എത്രയാണോ അതിന്റെ വേഗതയിൽ അവർ ആ പാലം മുറിച്ചു കിടക്കും. ആ പാലം ആദ്യമായിട്ട് മുറിച്ചു കിടക്കുക അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. 12ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക. സ്വർഗത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി ആ സ്വർഗത്തിന്റെ കവാടത്തിനടുത്ത് എത്തുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ചോദിക്കും, ആരാണ്? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മുഹമ്മദ്. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയും, സ്വയായിട്ടുള്ള ഹദീസിലുള്ള കാര്യം പറയുന്നത്, അവർ പറയും, താങ്കളാലാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടത്, താങ്കൾക്ക് വേണ്ടി ആദ്യം തുറക്കപ്പെടാനാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ കവാടങ്ങൾ, സ്വർഗ കവാടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വേണ്ടി തുറക്കപ്പെടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം ആ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ആദ്യമായിട്ട് സ്വർഗത്തിൽ കടക്കുന്നത് പ്രവാചകനായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായിരിക്കും ആദ്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ക്രോണോളജി നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവസാനത്തെ ഉമ്മത്താണ് നമ്മൾ. നമുക്ക് മുമ്പ് നിരവധി മുൻഗാമികൾ വന്നിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ ഉമ്മത്തായിട്ടും ആദ്യമായിട്ട് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം കൊണ്ടാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറാനുള്ള സൗഭാഗ്യം ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അവസാനമായിട്ട് 13ാമതായിട്ട് സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. പണ്ഡിതന്മാർ പറയാറുണ്ട്, സ്വർഗം എന്നുള്ളത് ഒരു പിരമിഡ് പോലെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിലുള്ള ആളുകളുടെ എണ്ണം കുറയും. കാരണം മുകളിലെത്തുക എന്നുള്ള ഏറ്റവും വലിയ ത്യാഗമാണ്. ഓരോ ആളുകളുടെ ത്യാഗത്തിനനുസരിച്ചാണ് സ്വർഗത്തിലുള്ള ദർജകൾ, പദവികൾ. അതിലേറ്റവും ഉയർന്ന പദവി, അതായത് ആ പിരമിഡിന്റെ ഏറ്റവും പീക്കിൽ, അതായത് ഫിർദൗസുൽ അലയുടെ ഏറ്റവും അറ്റത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന് താഴെയുള്ള ആ മഹത്തായിട്ടുള്ള ആ പദവി, അത് ഒരാൾക്ക് മാത്രമുള്ളതാണ്. ഫളീല എന്നുള്ള ആ പദവി അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ നിന്നും ഒരാൾക്ക് മാത്രം റിസർവ് ചെയ്ത് വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വിനയം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർജു അൻ അകൂൻ, അത് എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മോട് പ്രാർത്ഥിക്കാനും പറഞ്ഞു. നമുക്കറിയാം ബാങ്കിന് ശേഷമുള്ള ആ പ്രാർത്ഥന, വസീലത്ത വൽ ഫളീല, ആ ഒരു പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ 13 കാര്യങ്ങളാണ് ഞാനിവിടെ എളുപ്പത്തിൽ എണ്ണി പറഞ്ഞത്. ഇതല്ലാതെ നിരവധി പ്രവാചകന്റെ ഖസാഇസുകൾ എന്നുള്ളത് അത് തന്നെ മറ്റൊരു വിഷയമായിട്ട് സംസാരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ചില ശ്രേഷ്ഠതകളാണ്. ഇതേ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും വ്യതിരിക്തമായിട്ട് നിരവധി അനുഗ്രഹങ്ങളും സവിശേഷതകളും നൽകപ്പെട്ട ആ പ്രവാചകന്റെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ അത് യഥാക്രമം ഉൾക്കൊണ്ട് ജീവിതത്തിലുടനീളം ആ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് പ്രവാചകന്റെ ശാരീരികമായിട്ടുള്ള പ്രവാചകന്റെ രൂപഭാവങ്ങൾ, സ്വഭാവ സവിശേഷതകൾ, അതിനുശേഷം ഇൻഷാ അല്ലാഹ് ആ മക്ക കാലഘട്ടം, പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പുള്ള ആ അറേബ്യയുടെ ചരിത്രം, അത് മുതൽ നമ്മൾ ആരംഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു പ്രത്യേകമായിട്ട് ഈ ഒരു പരമ്പരയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ശ്രോതാക്കളായിട്ടുള്ള ഓരോ ആളുകളുടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.